രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിക്കുന്ന ഊരിയിടൽ ശബ്ദം. ഇരുളിൽ ഒന്നിനെയും ഭയക്കാത്ത നരഭോജികളായ ചെന്നായ്ക്കൾ വേട്ടയ്ക്കിറങ്ങി. പെട്ടെന്ന് അവയുടെ ശൗര്യമുള്ള കരച്ചിലുകൾക്ക് മാറ്റം വന്നു. ഭീമാകാരനായ ഒരു സത്വം രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്നു. ചെന്നായ്ക്കൾ ഭയഭക്തിയോടെ അവരുടെ രാജാവിനെ വണങ്ങി നിന്നു. വെയർവോൾഫ്. ചെന്നായായി രൂപം മാറാൻ കഴിവുള്ള മനുഷ്യൻ. പഴങ്കഥകളിലും നാടോടി കഥകളിലും സിനിമകളിലുമെല്ലാം നമ്മൾ കേട്ടു പഴകിയ പാതി മനുഷ്യനും പാതി ചെന്നായയുമായ ജീവി. പ്രേതകഥകളിൽ നിരന്തരം നമ്മൾ കാണുന്ന പൈശാചിക രൂപം. പകൽ സമയങ്ങളിൽ സാധാരണ മനുഷ്യരായും രാത്രികാലങ്ങളിൽ ചെന്നായ്ക്കളായി രൂപം മാറിയും ഇവർ സഞ്ചരിക്കും. ഇരുട്ടിന്റെ സന്തതികളായി പൈശാചിക ശക്തികളോടൊപ്പം ചേർന്ന് നരനായാട്ടം നടത്തുകയാണ് ഇവയുടെ ഇഷ്ടവിനോദം. ശക്തരും ബുദ്ധിശാലികളും അപകടകാരികളുമായ ഇവയ്ക്ക് ആത്മാക്കളെയും നീചശക്തികളെയും നേരിൽ കാണാനും സംവദിക്കാനുമാകുമെന്നാണ് വിശ്വാസം. ആരായിരുന്നു ആദ്യം ചെന്നായായി രൂപം മാറിയ ആ മനുഷ്യൻ? ചെന്നായ്ക്കളുടെ രാജാവായി മാറിയ മനുഷ്യകുലത്തിലെ ആ വ്യക്തി. AD 8-ാം നൂറ്റാണ്ടിൽ ആർക്കേഡി അടക്കി ഭരിച്ച ക്രൂരനും അഹങ്കാരിയും ക്ഷിപ്രകോപിയുമായ ലൈക്കേയൻ രാജാവ്. ഒരിക്കൽ ദൈവങ്ങളുടെ രാജാവായ സിയൂസ് ലൈക്കേയന്റെ കൊട്ടാരത്തിലെത്തി. തന്റെ രാജ്യത്തെ സർവ്വസ്രോതസ്സുകളും ഉപയോഗിച്ച് രാജാവ് സിയൂസിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഇതിലൊന്നും പ്രീതിപ്പെടാതിരുന്ന സിയൂസ് ലൈക്കേയനെ യഥാർത്ഥത്തിൽ പരീക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ക്ഷമ നശിച്ച ലൈക്കേയൻ തന്റെ സ്വന്തം മകനെ അറുത്തുകൊന്ന് ആ മാംസം വേവിച്ച് സിയൂസിന് ഭക്ഷിക്കാൻ നൽകുന്നു. ഇത് തിരിച്ചറിഞ്ഞ സിയൂസ് കോപാകുലനായി ലൈക്കേയനെ ശപിക്കുന്നു. ലൈക്കേയന്റെ ഉള്ളിലുള്ള നീചശക്തി പോലെ തന്നെ രൂപവുമായി തീരട്ടെ എന്ന്. ഇതോടെ മേലാസകലം ഇടതൂർന്ന രോമങ്ങളും രക്തക്കണ്ണുകളും നീണ്ട ദ്രംഷ്ടകളുമുള്ള ഒരു ചെന്നായായി ലൈക്കേയൻ മാറുന്നു. എന്നാൽ ഇതിനു പിന്നിൽ സിയൂസിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു. നിരന്തരമായി മനുഷ്യനെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ചെന്നായ്ക്കൾക്ക് മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ഒരു രാജാവിനെ നൽകി മനുഷ്യരോടുള്ള ചെന്നായ്ക്കളുടെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു സിയൂസിന്റെ ലക്ഷ്യം. സാധാരണ മനുഷ്യരുടെ ഇടയിൽ നിന്നും ചെന്നായായി രൂപം മാറിയ ആദ്യത്തെ മനുഷ്യനായിരുന്നു ലൈക്കേയൻ. കാലങ്ങൾ കടന്നുപോകവേ പിന്നീടും ഒരുപാട് മനുഷ്യർ വെയർവുൾഫുകളായി മാറി. ചെന്നായ്ക്കളുടെ കടിയേറ്റാലാണ് മനുഷ്യൻ വെയർവുൾഫായി മാറുന്നതെന്ന് ചിലർ വിശ്വസിച്ചു. മറ്റു ചിലർ രൂപം മാറാനുള്ള ഈ കഴിവ് നേടിയെടുത്ത് അത് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഉപയോഗിച്ചു. ചെന്നായ്ക്കളുടെ രോമമോ ഒരു പ്രത്യേകതരം ലേപനമോ ഉപയോഗിച്ച് ഇവർ രാത്രികാലങ്ങളിൽ വെയർവുൾഫുകളായി മാറി. എന്നാൽ ലൈക്കേയനെ പോലെ ശാപത്തിന്റെ ഫലമായാണ് വെയർവുൾഫുകളായി മാറുന്നതെന്നും ചിലർ വിശ്വസിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മിക്ക കഥകളിലും വെയർവുൾഫുകളുടെ പരാമർശമുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം മിക്ക കഥകളിലും പൗർണമിയും വെയർവുൾഫുകളും തമ്മിലുള്ള ബന്ധവും പറയുന്നുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രികളിലാണ് മനുഷ്യന് വെയർവുൾഫുകളായി മാറാനുള്ള ശക്തി കൂടുതൽ ലഭിക്കുന്നതെന്ന് ഈ കഥകൾ പറയുന്നു. പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രൻ ഊർജ്ജസ്വലമായ ശക്തി പുറപ്പെടുവിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ പ്രതിഭാസം ലോകത്തെ നല്ല ശക്തികളെയും നീചശക്തികളെയും ഒരുപോലെ ബലപ്പെടുത്തുന്നു. ഇവർ തങ്ങളുടെ ശക്തി ബലപ്പെടുത്തുവാൻ ഈ ദിനം കാത്തിരിക്കാറുണ്ട്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം കൂടുന്ന ഈ സമയത്തിന്റെ സ്വാധീനം കാരണം ഭൂമിയിലുള്ള എല്ലാത്തിന്റെയും പ്രഭാവം കൂടുന്നതായി അനുഭവപ്പെടാറുണ്ട്. ഇതിനാൽ തന്നെ ഈ ദിനത്തിൽ വെയർവുൾഫുകൾക്കും അവരുടെ ഉള്ളിലുള്ള നീചശക്തി പുറത്തേക്കെത്തുന്നു. അതീന്ദ്രിയ ശക്തികളോട് സംവദിക്കാനാണ് ചെന്നായ്ക്കൾ പൗർണമി നാളിൽ ഓരിയിടുന്നതെന്നാണ് വിശ്വാസം. ഈ ദിവസങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ദിനം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രഭാവം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഓസ്ട്രേലിയയിൽ നടന്ന ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ഹോസ്പിറ്റലിലെ 23% വരുന്ന ആക്രമണങ്ങൾ നടന്നത് ഇത്തരം പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന രാത്രികളിലാണെന്നാണ് അറിയാനാകുന്നത്. അവിടുത്തെ രോഗികൾ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കടിച്ചും മാന്തിയും ഉപദ്രവിച്ചു എന്നതാണ് റിപ്പോർട്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ദിവസങ്ങളിൽ തന്നെ ആക്രമണകാരികളാകുന്നു എന്നതിന് അവർക്ക് ഉത്തരമില്ലായിരുന്നു. വെയർവുൾഫുകളെ പറ്റി നാടോടി കഥകൾ ഒരുപാടുണ്ട്. ചെന്നായിയുടെ രോമം ഉപയോഗിച്ച് രൂപം മാറാനുള്ള കഴിവ് നേടിയെടുത്ത ഒരച്ഛൻ്റെയും മകന്റെയും കഥ പഴയ സ്കാൻഡിനേവിയൻ നാടോടി കഥകളിൽ പ്രചാരത്തിലുണ്ട്. മാന്ത്രിക ശക്തിയുള്ള ചെന്നായിയുടെ ഈ രോമം ഉപയോഗിച്ച് ആ അച്ഛനും മകനും കാട്ടിലും നാട്ടിലുമുള്ള ജന്തുജാലങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ അക്രമങ്ങളിൽ മതിമറന്ന് ഒടുവിൽ ആ അച്ഛൻ മകനെ തന്നെ ആക്രമിച്ചു.
1521 ഫ്രാൻസിലുണ്ടായിരുന്ന രണ്ടാളുകൾ സ്വന്തം ആത്മാവിനെ സാത്താന് നൽകിക്കൊണ്ട് ചെന്നായ്ക്കളായി രൂപം മാറ്റാൻ ശേഷിയുള്ള ലേപനം സാത്താന്റെ അടുക്കൽ നിന്നും കൈപ്പറ്റി. ചെന്നായ്ക്കളായി രൂപം മാറിയ ശേഷം ഇവർ കുഞ്ഞുങ്ങളെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ നാട്ടുകാർ ഇവരെ പിടിച്ചടക്കി ജീവനോടെ ചുട്ടുകൊന്നുവെന്നാണ് കഥ. എന്നാൽ ഈ കഥകളിൽ നമ്മൾ പറഞ്ഞ രണ്ടുപേരും മാനസിക രോഗത്തിന് അടിമയായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി. മാത്രവുമല്ല, ഇത്രയും ക്രൂര പ്രവൃത്തികൾ ചെയ്തത് ലഹരി മരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നുവെന്നും കണ്ടെത്തി. തങ്ങൾ സ്വയം ചെന്നായ്ക്കളാണെന്ന് വിശ്വസിക്കുകയും മൃഗങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന ഈ മാനസികാവസ്ഥ ലൈക്കാൻത്രോപ്പി എന്നാണ് അറിയപ്പെടുന്നത്. അന്ധവിശ്വാസങ്ങൾ ഏറെയുണ്ടായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ആരും വിശ്വസിച്ചില്ല. ഇത്രയും ഹീനമായ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് ചെയ്യാനാകില്ലെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. സ്വയം രൂപം മാറാൻ കഴിവുള്ള ഗോത്രവർഗക്കാരാണ് ഇതെന്നും ചിലർ വിശ്വസിച്ചിരുന്നു. ഇവർ പ്രത്യേക ഉദ്ദേശങ്ങളോടെ ആയിരിക്കും രൂപം മാറുന്നത്. നീചവും രക്തദാഹികളുമായ ഭീകരരായിരുന്നില്ല ഇവർ. തങ്ങൾക്ക് വൈരാഗ്യമുള്ളവർക്കെതിരെ പ്രവർത്തിക്കുവാനും അടുത്തുവരുന്ന ആപത്തുകളിൽ നിന്ന് സ്വയം രക്ഷ നേടാനുമാണ് ഇവർ തങ്ങളുടെ രൂപം മാറാനുള്ള കഴിവ് ഉപയോഗിച്ചിരുന്നത്. കാലങ്ങൾക്ക് മുൻപുള്ള യൂറോപ്യൻ നാടുകളിലെ ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇവിടെ കേട്ടുപഴകിയ ഒരു കഥയുമായി സാദൃശ്യം തോന്നില്ലേ? പണ്ട് കാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഇരുട്ടിൽ തങ്ങളെ ദ്രോഹിച്ചിരുന്നവരെ വേട്ടയാടിയിരുന്ന ജന്മിമാരുടെ പേടി സ്വപ്നമായിരുന്ന ഒടിയൻ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒടിയനോട് സാദൃശ്യമുള്ള രീതികൾ തന്നെയായിരുന്നു ഇവരുടെ ഇടയിലും നിലനിന്നിരുന്നത്. ചെന്നായ്ക്കളായി രൂപം മാറുന്നതിന് മുൻപ് ഇവർ കുഴമ്പ് പോലുള്ള ഒരു ദ്രാവകം ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിവ്. തങ്ങൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ രൂപം മാറാനും ആപത്തിൽ നിന്ന് ഇത്തരത്തിൽ രക്ഷപ്പെടാനുമുള്ള കഴിവ് ഒരു അതീന്ദ്രിയ ശക്തി ഇവർക്ക് പ്രദാനം ചെയ്തുവെന്നാണ് പറയുന്നത്. ഷെയ്മൻ എന്നറിയപ്പെട്ടിരുന്ന ഇവർ ഗോത്രവർഗങ്ങളിലെ പ്രധാനികളായിരുന്നു. തങ്ങളുടെ ഗോത്രത്തിന്റെ കാവൽക്കാരായി അവർക്കു വേണ്ടി പ്രവർത്തിച്ച് ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്ന അതീന്ദ്രിയ ശക്തികൾ ഉള്ളവരായിരുന്നു ഇവർ. ഷെയ്മനിസം ഇന്നും രോഗമുക്തി നൽകുന്നതിനും മറ്റു ശക്തികൾക്കും പ്രസിദ്ധമാണ്. ഇങ്ങനെ രൂപം മാറാൻ കഴിയുന്നവരും വെയർവുൾഫുകളും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സ്വയം രൂപം മാറാൻ കഴിവുള്ളവരാണ് ഷേപ്പ് ഷിഫ്റ്റേഴ്സായി അറിയപ്പെടുന്നത്. എന്നാൽ വെയർവുൾഫുകൾ തങ്ങളുടെ രൂപമാറ്റം സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരാണ്. ദേഹം മുഴുവൻ രോമം നിറഞ്ഞ് ഒരു ഭീകരസത്വമായി ഇവർ രൂപം മാറുന്നു. മനുഷ്യനെ പോലെ രണ്ടു കാലുകളിലായിരിക്കും ഇവർ നിൽക്കുക. ഈ സമയങ്ങളിൽ ഇങ്ങനെയുള്ള പലർക്കും അവർ സ്വയം ഒരു ഭീകരസത്വമാണെന്ന് അറിയുകയുണ്ടാവില്ല. ഇവർക്ക് രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മനുഷ്യപ്രകൃതവും രൂപവും ഓർമ്മയും ഉണ്ടാവില്ല. ഏതൊരു ശക്തിക്കും ഒരു ബലഹീനതയും ഉണ്ടാവും. വെയർവുൾഫുകൾ ഏറ്റവും അധികം ബലഹീനരാകുന്നത് വെള്ളി കൊണ്ടുള്ള ആയുധങ്ങൾക്ക് മുന്നിലാണ്. സാധാരണ മനുഷ്യരെക്കാൾ വളരെ വേഗത്തിൽ മുറിവുകളും ക്ഷതങ്ങളും സുഖപ്പെടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. എന്നാൽ വെള്ളി കൊണ്ടുള്ള ആയുധങ്ങൾ കാരണമാകുന്ന മുറിവ് ഇവരുടെ ഈ ശക്തി ഇല്ലാതാക്കുന്നു. ഇത്തരം മുറിവുകൾ ഉണങ്ങാൻ വളരെ പ്രയാസമായിരിക്കും. വെള്ളി ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും തീയിൽ ചുട്ടു കൊല്ലുകയുമൊക്കെയാണ് ഇവയെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള വഴികൾ. മിഡീവൽ യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് പേരെ ദുർമന്ത്രവാദികളായും ചിലരെയൊക്കെ വെയർവുൾഫുകളായി കുറ്റമാരോപിച്ചും ചുട്ടുകൊന്നതായി പറയുന്നുണ്ട്. വെയർവുൾഫുകളാണോ എന്നറിയാനായി ഇവരുടെ തൊലി പറിച്ചു നോക്കുകയാണ് ചിലയിടങ്ങളിൽ പതിവ്. അവരുടെ വിശ്വാസപ്രകാരം വെയർവുൾഫുകളായി ഉള്ളവരുടെ മനുഷ്യത്തോലിന്റെ മറുപുറത്ത് ചെന്നായ്ക്കളുടെ രോമചർമ്മം ഉണ്ടാവുമെന്നതായിരുന്നു. ഇന്നും വെയർവുൾഫുകളെ കണ്ടതായി ഓരോ വർഷവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ ലോകത്തിന്റെ എല്ലായിടത്തും സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം.